ഡൽഹിയിൽ ഉഗ്രസ്ഫോടനം, 10 മരണം, മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്ക. ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം ഇന്ന് വൈകിട്ട് 6:55-നുണ്ടായ വൻ സ്ഫോടനത്തിൽ ഇതുവരെ 10 പേർ മരിക്കുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ 8ഓളം പേരുടെ നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് ആശങ്കയുണ്ട്. ഇതൊരു അപകടമല്ല, ആസൂത്രിത ആക്രമണമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മരണനിരക്കും മറ്റു കാര്യങ്ങളും ഈ വാർത്ത ചെയ്യുന്ന സമയത്ത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നാളെ ബീഹാറിൽ 2ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ വോട്ടിങ്ങിൻ്റെ തലേദിവസമാണ് ഈ സ്ഫോടനം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6:55 തലസ്ഥാനത്തെ ഞെട്ടിച്ച സ്ഫോടനമുണ്ടായത്. മെട്രോ സ്റ്റേഷന് സമീപത്തുള്ള സിഗ്നലിലേക്ക് പതുക്കെ എത്തിയ കാർ പൊട്ടിത്തെറിക്കുകയും സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ സമീപത്തുണ്ടായിരുന്ന 6ഓളം കാറുകളും 6ഓളം ഓട്ടോറിക്ഷകളും ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി വിവരണം. CNG സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാം എന്നാണ് ആദ്യം പോലീസ് കരുതിയത്. എങ്കിലും ഇംപ്രൂവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയിരിക്കുന്നത് എന്ന് ഒടുവിൽ പോലീസ് സ്ഥിരീകരിച്ചു. അപകടം നടന്നതിൻ്റെ ഏതാണ്ട് 2.5 കിലോമീറ്ററോളം അകലെ വരെ സ്ഫോടനത്തിൻ്റെ ഉഗ്രശബ്ദം കേട്ടു എന്ന് നാട്ടുകാർ പറഞ്ഞു. സ്ഫോടന കാരണം സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്തായിരുന്നു കാർ പൊട്ടിത്തെറിച്ചത്. 30-ലധികം വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. പരിക്കേറ്റവരെ ലോക്നായക് ജയ്പ്രകാശ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വിവരമറിഞ്ഞ് ഡൽഹി അഗ്നിരക്ഷാസേനയുടെ 20ഓളം യൂണിറ്റുകൾ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അരമണിക്കൂറിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. സംഭവത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷൻ പരിസരം പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിലാക്കി. മേഖലയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിച്ചു. പരിശോധന നടത്താനായി ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും NSG ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഫോടനം നടന്നയിടത്ത് ഒരു മൃതദേഹം ചിന്നിച്ചേറി കിടക്കുന്നതും പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. സ്ഫോടനത്തിന് പിന്നിൽ എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. അട്ടിമറിയുണ്ടോ എന്ന സംശയമാണ് പോലീസ് പരിശോധിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈയിലും അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. നഗരത്തിൽ മുംബൈ പോലീസ് സുരക്ഷ കർശനമാക്കി. കഴിഞ്ഞ ദിവസം നിരോധിത ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഒരു ഭീകര നെറ്റ്വർക്ക് തകർത്ത് ജമ്മു കാശ്മീർ ഹരിയാന പോലീസ് സേനകൾ ഹരിയാനയിലെ ഫരീദാബാദിലുള്ള ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധമുള്ള ഡോക്ടർമാരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന 360 കിലോഗ്രാമിനടുത്ത് അമോണിയം നൈട്രേറ്റ്, ഒരു അസോൾട്ട് റൈഫിൾ, വൻ ആയുധശേഖരങ്ങൾ എന്നിവ പിടിച്ചെടുത്തിരുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഡോക്ടർ മുസാമിൽ ഷക്കീലിനെയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച അൽഫലാഖ് ആശുപത്രിക്ക് സമീപം ഇയാൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു വനിതാ ഡോക്ടറുടെ കാറിൽ നിന്ന് ഒരു കരോം കോക്ക് അസാൾട്ട് റൈഫിളും കണ്ടെത്തി. ഇവരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റൊരു ഡോക്ടറായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിനെ നേരത്തെ ആയുധക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിങ്കളാഴ്ചത്തെ റെയ്ഡ് നടത്തിയത്. ഈ ശൃംഖലയുടെ ഭാഗമെന്ന് സംശയിക്കുന്ന മറ്റൊരു ഡോക്ടർക്കായി ഫരീദാബാദിലും പരിസരങ്ങളിലും തിരച്ചിൽ നടക്കുന്നുണ്ട്. മുസാമിലുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്ന ഫരീദാബാദ് പള്ളിയിലെ മുഖ്യ പുരോഹിതനായ ഇഷ്തിയാഖിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. 3 മാഗസിനുകളും 83 തിരകളുമുള്ള ഒരു അസോൾട്ട് റൈഫിൾ, 8 തിരകളുള്ള ഒരു പിസ്റ്റൾ, 2 ഒഴിഞ്ഞ കാട്രിഡ്ജുകൾ, 2 അധിക മാഗസിനുകൾ, 360 കിലോ അമോണിയം നൈട്രേറ്റ് എന്ന് സംശയിക്കുന്ന സ്ഫോടക വസ്തുക്കൾ, 8 വലിയ സൂട്ട് കേസുകളും 4 ചെറിയ സൂട്ട് കേസുകളും, 20 ടൈമറുകൾ, 24 റിമോട്ട് കൺട്രോളുകൾ, 5 കിലോ ഭാരമുള്ള ലോഹം, വോക്കി ടോക്കി സെറ്റുകൾ, ഇലക്ട്രിക് വയറിംഗ്, ബാറ്ററികൾ, മറ്റ് നിരോധിത വസ്തുക്കൾ, വനിതാ ഡോക്ടറുടെ മാരുതി സ്വിഫ്റ്റ് കാർ എന്നിവയാണ് പോലീസ് പിടിച്ചെടുത്തത്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിയാണോ ഡൽഹിയിൽ നടന്ന ഈ സ്ഫോടനം, അതോ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ എന്ന അന്വേഷണത്തിനാണ് പോലീസ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.